ഉള്ളി കൊണ്ട് നമുക്കൊരു സൂപ്പർ ക്രിസ്പി ലെയേഴ്സ് ഉള്ള ലച്ച ഒണിയൻ പറാട്ട ഉണ്ടാക്കി നോക്കിയാലോ. ഇതിന്റെ പുറത്താണെങ്കിൽ നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളില് നല്ല സോഫ്റ്റ് ലെയേഴ്സും, പിന്നെ അതിന്റെ കൂടെ സ്പൈസി ഒണിയൻ ഫ്ലേവറും കൂടി വന്നു കഴിഞ്ഞാൽ വാവ്, സൂപ്പർ ടേസ്റ്റി പറാട്ട ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം ഞാൻ 1 കപ്പ് ആട്ടയാണ് എടുത്തേക്കാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഇട്ടിട്ട് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മാവ് തയ്യാറാക്കി, എന്നിട്ട് അത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. പിന്നെ ഒണിയൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1 ഒണിയനാണ് ഞാൻ എടുത്തേക്കണം. 1 സവോള എടുത്തിട്ടുണ്ട്. അത് നീളത്തിൽ ഞാൻ അരിഞ്ഞു. നീളത്തിൽ അരിഞ്ഞിട്ട് അതിലേക്ക് അയമോദകം, പിന്നെ ജീരകപ്പൊടി ഉണ്ട്, ജീരകപ്പൊടി നിങ്ങൾക്ക് ഇടാം ജീരകത്തിന് പകരം. ഞാൻ ഇപ്പൊ ജീരകമാണ് ഇതിലിട്ടത്. പിന്നെ പച്ചമുളക് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ഇടാം. ഇപ്പൊ പിള്ളേര് കഴിക്കണ കാരണം ഞാൻ പച്ചമുളക് ഇട്ടില്ല, അതിന് പകരം ഞാൻ മുളക് പൊടിയാണ് ഇട്ടത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മല്ലിയില ഇടാം നിങ്ങൾക്ക്. മല്ലിയില നല്ല ടേസ്റ്റ് ആണ്, ഇതിൻ്റെ കൂടെ മല്ലിയിലയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ. അപ്പൊ മല്ലിയില ഉണ്ടായിരുന്നില്ല ഉണ്ടായില്. ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഗരം മസാല 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടിയിട്ട് ഗരം മസാല ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ കടലപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇതില്. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് ഓണിയൻ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മസാല മൊത്തം മിക്സ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലകളും ഇടുകയും ചെയ്യാം. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് എടുത്തിട്ട് അത് ചെറിയ ബോൾസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് അത് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പരത്തിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ഓണിയൻ മിക്സ്ചർ അതിലേക്ക് സ്പ്രെഡ് ചെയ്യണം. അപ്പോൾ എല്ലാ ഒണിയൻ്റെയും ഇപ്പൊ ഞാൻ ഒരെണ്ണമാണ് എടുത്തത്. അപ്പൊ അത് മൊത്തം ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്, ഫില്ല് ചെയ്യുന്നുണ്ട്. ഞാൻ മീഡിയം സൈസ് ഒണിയനാണ് എടുത്തേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ വെറൈറ്റി ആയിരിക്കും. ഉണ്ടാക്കി വരുമ്പോഴേക്കും വലിയ വെറൈറ്റിയാണ് ഉണ്ടാക്കി വന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് 2 വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം, മീഡിയം സൈസ് നമ്മള് ഒണിയൻ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത് നമുക്ക് സ്കൂളിലേക്കാണെങ്കിലും ഓരോ പിള്ളേർക്ക് നല്ല ഇത് ലഞ്ചായിട്ട് പിള്ളേർക്ക് കൊടുത്തയക്കാൻ നല്ല സുഖമായിരിക്കും. ഫില്ലിങ്ങും ഉണ്ട് അതിൻ്റെ ഉള്ളില്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നല്ല പെർഫെക്റ്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിനൊക്കെ ഡിന്നറിനൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും ഈ പറാട്ട. അപ്പൊ ഞാൻ പരത്തി വെച്ചേക്കാണ് മാവ്. ഒരെണ്ണം കൂടി 2 എണ്ണം വേണം നമുക്കിത്. അപ്പൊ ഒരെണ്ണം വെച്ചിട്ട് അതിൽ ഫില്ലിങ് ആഡ് ചെയ്തു. മറ്റേത് അതിന്റെ മുകളിൽ കൂടെ അതിനെ കവർ ചെയ്യാണ് ചെയ്തത്. എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കണം നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മള്. അപ്പൊ ഞാനിത് 4 പോർഷനായിട്ട് ഞാൻ കട്ട് ചെയ്യാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ റോൾ ചെയ്ത് കൊടുക്കണം. ഓരോരോ പോർഷൻസ് ഒന്ന് ടൈറ്റ് ആയിട്ട് റോൾ ചെയ്യണം നന്നായിട്ട്. അതിൽ തന്നെ 2ാമത്തെ പോർഷനും നമ്മൾ റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം. പിന്നെയും 3ാമത്തേതും അതുപോലെ തന്നെ, പിന്നെ 4ാമത്തേതും അങ്ങനെ തന്നെ നമ്മൾ ആഡ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കും. കുറച്ച് ടൈറ്റ് ആയിട്ട് റോൾ ചെയ്യണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില, പിന്നെ കറുത്ത എള്ള് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ കറുത്ത എള്ള് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ആട്ടപ്പൊടി ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്.
അപ്പൊ അതിന്റെ താഴെ ആണെങ്കിലും അത് താഴെയും നിങ്ങൾക്ക് കുറച്ച് ആട്ടപ്പൊടി ഇട്ടിട്ട് അത് നമുക്ക് പരത്തണം. ഇത് അപ്പൊ കുറച്ച് ആട്ടപ്പൊടി നമുക്ക് താഴെയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ ലച്ചേന്റെ എന്തെന്നാ ലെയർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ എല്ലാ സ്ഥലത്തും ഓണിയൻ ഫില്ലിങ്ങും അതിലേക്ക് ആഡ് ആവുകയും ചെയ്യും. നമുക്ക് പറാട്ടയിലും എല്ലാ സ്ഥലത്തും ഓണിയന്റെ ആ ഒരു ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റും വരും. അപ്പോൾ അടിയിലേക്കും ഞാൻ പൗഡർ ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ട് നമ്മൾ അത് പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നല്ല തടി ഇതുണ്ടാവും, അപ്പൊ നന്നായി പരത്തി കൊടുക്കണം. അപ്പൊ ഇത് കണ്ട, അപ്പൊ മീഡിയം സൈസ് ഇത് ഒണിയൻ എടുത്തപ്പോ അത് വലിയ പറാട്ടയാണ് ആയത്. നിങ്ങൾ അതനുസരിച്ച് ചെറുതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ആട്ടയുടെ ബോൾ എടുത്തിട്ട്, ചെറിയ ബോൾ എടുത്തിട്ട് പരത്തിയാൽ മതി. അതനുസരിച്ച് ഫില്ലിങ്ങും ആഡ് ചെയ്താൽ മതി. അത് നല്ല ബ്യൂട്ടിഫുൾ പറാട്ടേൻ്റെ അത് റെഡിയായി. നമ്മൾ പരത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ തവ ചൂടാക്കാൻ വെക്കാം. തവ ചൂടായി കഴിഞ്ഞു. അപ്പം അതിലേക്ക് നമുക്ക് ഈ പറാട്ട തവയിലേക്ക് വെക്കാം. അപ്പൊ ഇതിലേക്ക് ഞാൻ നെയ്യാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് ഓയിൽ പരട്ടുന്നവർക്ക് ഓയിൽ പരട്ടാം. ഇപ്പൊ ഞാൻ നെയ്യാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് അത് പരത്തി കൊടുക്കുക. കുറച്ച് സെക്കൻഡ്സ് കഴിയുമ്പോൾ നമ്മളത് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. മറിച്ചിട്ടിട്ട് അവിടെയും അതുപോലെ തന്നെ സെയിം പ്രോസസ് നെയ്യ് അതിലേക്ക് പരത്തി കൊടുക്കുന്നുണ്ട്. ഇത് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമ്മൾ കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അതിന്റെ പുറത്ത് നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടുക. പറാട്ട നല്ല ക്രിസ്പായിട്ട് കിട്ടുന്നു. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ലച്ച ഓണിയൻ പറാട്ട റെഡിയാണ്. ഇത് നമുക്ക് കേർഡ് അല്ലെങ്കിൽ പിക്കൽ, റായ്ത്ത ഇങ്ങനത്തെ സിമ്പിൾ കറി കൂടെ സെർവ് ചെയ്താൽ സൂപ്പർ ടേസ്റ്റ് ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.